മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ അടുത്ത കാലത്ത് ആവശ്യപ്പെട്ട ഒരു ഫോണിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. iQOO Z9s സീരീസിന്റെ ഒരു മാസത്തോളമായി നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി ഞാൻ ഒരുപാട് പോസ്റ്റുകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു, ഫോട്ടോസും മറ്റുമൊക്കെ ആയിട്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു ബോക്സ് വേഗം അൺബോക്സ് ചെയ്യാം, ഒരു സെക്കൻഡ് പോലും ഇനി വെറുതെ കളയണ്ട. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നേരെ അകത്ത് കുറെ കാർഡുകളാണ് കാണുന്നത്. ഡയമൻസിറ്റി പ്രോസസർ, സ്നാപ്ഡ്രാഗൺ പ്രോസസർ, അതിന്റെ ക്യാമറ, സോണി ക്യാമറ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ബോക്സ് iQOO Z9s പ്രോയുടെ ബോക്സ് ആണ് ഇതിനകത്തിരിക്കുന്നത്. ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പ് വേറൊരു സംഭവം കൂടി ഉണ്ട്, ഒരു കുഴൽ കൂടി അവർ അയച്ചു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ടേബിൾ മാറ്റ് ആണ് കേട്ടോ, ഈ കാണുന്ന പോലെ. ഇതിങ്ങനെ നിരത്തി വെച്ചാൽ അതിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ഫോണൊക്കെ നമുക്ക് വേണമെങ്കിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതിൽ മെഗാ ടാസ്കേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫോൺ മെഗാ ടാസ്കേഴ്സിനുള്ളതാണ്. ഈ Z9s പ്രോ മാത്രമല്ല, Z9s കൂടി അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. Z9s രണ്ട് മോഡലുകൾ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ മൂന്നാമതൊരു പ്രൊഡക്റ്റ് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, iQOOന്റെ ഒരു TWS. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇന്ന് 2-3 പ്രൊഡക്റ്റുകളാണ് ഇരിക്കുന്നത്. വീഡിയോ സ്വല്പം ലെങ്ത് കൂടും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. എല്ലാത്തിനെ കുറിച്ചും വിശദമായിട്ട് തന്നെ പറയാം. ആദ്യം Z9s പ്രോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ലെക്സ് മാർബിൾ എന്ന ഡിസൈനിലുള്ള ഫോണാണ് നമ്മുടെ കയ്യിൽ ആദ്യം കിട്ടുന്നത്. ആക്ച്വലി ഇത് 2 ഡിസൈൻ ഉണ്ട്, രണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബോക്സ് ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് വീഗൻ ലെതർ ഫിനിഷ് ഉള്ള അടുത്ത കളർ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ഇതിന്റെ പേര് ഫ്ലാംബോയാന്റ് ഓറഞ്ച് എന്നാണ്. ഒരു വല്ലാത്ത പേരല്ലേ, എന്നാലും രണ്ടും കാണാൻ നന്നായിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇതിന്റെ ബോക്സിൽ മറ്റ് കേസ്, ഡോക്യുമെന്റേഷൻ ഒക്കെ പതിവ് പോലെ തന്നെയുണ്ട്. ചാർജർ 80 വാട്ടിന്റെ ചാർജറാണ്. ഇതുകൊണ്ട് ചാർജ് ചെയ്യുമ്പോൾ 21 മിനിറ്റ് കൊണ്ട് തന്നെ 50% ചാർജ് ആവും. 5500 mAh ബാറ്ററിയാണ് ഈ പറഞ്ഞ രീതിയിൽ ചാർജ് ആവുന്നത്. പിന്നെ ചാർജിംഗ് കേബിൾ ഇതിനകത്ത് വരുന്നുണ്ട്, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ Z9s കൂടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അതുകൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതും മാർബിൾ ഡിസൈൻ ഉള്ളത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനും 2 കളർ ഉണ്ട്. ഇത് ഒനിക്സ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്. പിന്നെ ടൈറ്റാനിയം മാറ്റ് എന്ന് പറയുന്നത് ഈ കളറും വരുന്നുണ്ട്. സോ ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. ടൈറ്റാനിയം ആണെന്നുള്ളവർക്ക് അത് എടുക്കാമല്ലോ. Z9sന്റെ ബോക്സിൽ 44 വാട്ടിന്റെ ചാർജറാണ് കേട്ടോ. പിന്നെ ഈ 2 ഫോണുകൾക്കും റിവേഴ്സ് ചാർജിംഗ് വരുന്നുണ്ട്. 7.5 വാട്ടിന്റെ റിവേഴ്സ് ചാർജിംഗ് വരുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, 1% ചാർജ്. ഈ ഫോണിൽ നിങ്ങൾ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് 1% ചാർജ് ബാക്കിയുള്ളെങ്കിലും ആ ചാർജ് വെച്ചുകൊണ്ട് 29 മിനിറ്റോളം നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 3.5 അവറിന്റെ ഒരു സ്റ്റാൻഡ് ബൈ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ തരുമെന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പലർക്കും ആവശ്യം വരും. Z9s പ്രോ 21,999 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 17,999 IP64 റേറ്റിംഗ് ഈ 2 ഫോണുകളിലും വരുന്നുണ്ട്. ഒപ്പം തന്നെ സ്കോട്ട് സെൻസേഷൻ അപ്പിന്റെ പ്രൊട്ടക്ഷനും ഈ 2 ഫോണുകളിലും കൊടുത്തിട്ടുണ്ട്. 7.49 mm തിക്നെസ് ഈ 2 ഫോണും വരുന്നുള്ളൂ. 5500 mAh ഹെവി ബാറ്ററി വെച്ചിട്ടുണ്ട്. അത് അടക്കം വെച്ചിട്ടാണ് ഇത്രയും സ്ലിം ആയിട്ടിരിക്കുന്നത്. ഈ ഡിസൈൻ ഒക്കെ നോക്കിയാൽ iQOO 12 ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ ഡിസൈനാണ് അവർ ഈ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഫോണുകളുടെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ Z9s പ്രോ ഡിസ്പ്ലേ, രണ്ടും ഡിസ്പ്ലേ ഒരേപോലെ തന്നെയാണ്. 6.77 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിങ്ങും വരുന്നുണ്ട്. ഒപ്പം തന്നെ HDR നെറ്റ്ഫ്ലിക്സിൽ, യൂട്യൂബിൽ, പ്രൈം വീഡിയോയിൽ എല്ലായിടത്തും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളും രണ്ടിലും വരുന്നുണ്ട്. ഇതിന്റെ ഒരു സാമ്പിൾ ഞാൻ കേൾപ്പിച്ചു തരാം. സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. 300% വോളിയമാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്, അതും നന്നായി. ഒപ്പം തന്നെ ഇതിന്റെ ഡിസ്പ്ലേയിൽ വെറ്റ് ടച്ച് ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നനഞ്ഞ കൈ കൊണ്ടൊക്കെ നമ്മൾ സ്വൈപ്പ് ചെയ്താലും ഇതൊക്കെ കൃത്യമായിട്ട് ഡിസ്പ്ലേ വർക്ക് ചെയ്യും. ആകെ ഈ 2 ഡിസ്പ്ലേകൾ Z9sഉം പ്രോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ബ്രൈറ്റ്നസിന്റെ കാര്യത്തിലാണ്. പ്രോ വരുമ്പോൾ 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സോ അതുള്ളത് കൊണ്ട് തന്നെ സെഗ്മെന്റ് ബ്രൈറ്റസ്റ്റ് കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ എന്ന് പറയാം ഇതിനെ. ഇതേപോലെ തന്നെയാണ് Z9sൽ 1800 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇതും ഇതിന്റെ സെഗ്മെന്റിലെ ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ഉള്ള ഫോണാണ്, കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഫോൺ. ഇനി ഇത് രണ്ടിന്റെ പെർഫോമൻസ് മെയിൻ പാർട്ട്, സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രോസസർ ആണ് നമുക്ക് ഈ പ്രോ വേരിയന്റിൽ വരുന്നത്. കൂടെ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. എക്സ്റ്റൻഡഡ് റാമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 GB റാമിന്റെ ഫോൺ എടുത്താൽ നിങ്ങൾക്ക് അതിൽ 12 GB കൂടി ആഡ് ചെയ്ത് 24 GB പോലെ ഉപയോഗിക്കാം. അതിന്റെ ഫലം 40-ലധികം ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് സെയിം ടൈമിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഇതെല്ലാം ചേർന്നുള്ള പെർഫോമൻസിലേക്ക് വരുമ്പോൾ AnTuTu സ്കോർ ഒക്കെ 820K റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ പ്രോ വേരിയന്റിൽ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്, 3000 mAh ലിക്വിഡ് കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ പെർഫോമൻസിന്റെ ഭാഗത്ത് യാതൊരു ഇഷ്യൂ നമുക്ക് ഈ ഫോണിൽ വരുന്നില്ല. ഇതിൽ 9sൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രോസസർ അതല്ല, ഡയമൻസിറ്റി 7300 എന്ന് പറയുന്ന പ്രോസറാണ്. അതും 4nm പ്രോസസർ തന്നെയാണ്. 700K ആണ് AnTuTu സ്കോർ ഒക്കെ വരുന്നത്. LPDDR4X റാം തന്നെ വരുന്നുണ്ട്. UFS 2.2 ആണ് സ്റ്റോറേജ് വരുന്നത്. ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ നമുക്കറിയാം ഇവർ ഏറ്റവും നന്നായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ്, അതായത് അൾട്രാ ഗെയിം മോഡ്, ഈ സ്പോർട്സ് മോഡൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സ്മൂത്ത് ആയിട്ട് ഗെയിം കളിക്കാൻ സാധിക്കും. കോളും നോട്ടിഫിക്കേഷൻ ഒക്കെ ബ്ലോക്ക് ചെയ്യുക, മിസ് ടച്ച് പ്രിവെൻഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്, മോഷൻ കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോഷനിലൂടെ തന്നെ ഗെയിമിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന സൗകര്യങ്ങൾ കിട്ടും. പിന്നെ 2000 ഹെർട്സിന്റെ ഇൻസ്റ്റാന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരെ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഗെയിം കളിക്കുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ 4D ഗെയിം വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു ഗെയിമിങ്ങിന്റെ മേഖലയിലുള്ള എല്ലാ ഫീച്ചറുകളും ഈ 2 ഫോണും സെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഗെയിമേഴ്സിനെ സംബന്ധിച്ച് ഈ റേഞ്ചിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയ നല്ല 2 ഫോൺ
ഫോണുകളായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗെയിം പ്ലേ നിങ്ങൾ ഇവിടെ കണ്ട പോലെയാണ്, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ സാമ്പിളുകൾ കാണാം. 50 മെഗാ പിക്സലിന്റെ സോണി ക്യാമറ സെൻസറിന്റെ ഒരു ക്വാളിറ്റിയാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട് ക്യാമറ ഇമേജുകൾ, കൊള്ളാവോ? അതേപോലെ തന്നെ 8 മെഗാ പിക്സലിന്റെയാണ് വൈഡ് ആംഗിൾ ക്യാമറ വരുന്നത്. അതിന്റെ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈഡ് ആംഗിൾ ക്യാമറ ഇമേജുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളാണ് കമന്റ് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ ഇതിന്റെ വീഡിയോ ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ 4K വീഡിയോ OIS അടക്കമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. സാമ്പിൾ ഇവിടെ കാണുന്ന പോലെയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഹൈബ്രിഡ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. OIS ഉം EIS ഉം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ഡീസന്റ് ആയ സ്റ്റേബിൾ ആയ വീഡിയോസ്. സൂപ്പർ നൈറ്റ് മോഡ് ഇട്ടുകൊണ്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ നൈറ്റ് ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല അസാധ്യ ക്വാളിറ്റി. ഈ ഒരു പ്രൈസിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. നിങ്ങൾ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. പിന്നെ പോർട്രേറ്റ് 2x സൂം ചെയ്തിട്ടുള്ള പോർട്രേറ്റ്, അങ്ങനെയുള്ള പോർട്രേറ്റ് ഇമേജുകൾക്ക് ഇഷ്ടം പോലെ ഞാൻ എടുത്തു. അതിൻ്റെയൊക്കെ സാമ്പിൾ ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി പോർട്രേറ്റ് ഇമേജുകളാണ് കിട്ടുന്നത്. നോർമൽ ഇമേജുകളായാലും എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. സോ ഈ ഫോണുകളുടെ ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. എൻ്റെ ഫീലിംഗ്സ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഫീലിംഗ്സ് കമന്റ് തീർച്ചയായിട്ടും ചെയ്യണേ. എല്ലാവരും കമന്റ് കൂടി നോക്കുക. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടും. ഇനി ഐക്യൂവും ഇത്തവണ ചില AI ഫീച്ചറുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2 എണ്ണം. ഒന്ന് AI ഇറേസർ. ഇത് വന്നിട്ട് നല്ലതാണ്. അത് നോർമലി നമുക്കറിയാം, എന്തെങ്കിലും അൺവാണ്ടഡ് ആയ ഒബ്ജക്റ്റിനെ ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടി ഉപയോഗിക്കാം, ഈ കാണുന്ന പോലെ. മറ്റൊരു ഐറ്റം അടിപൊളിയായി, AI ഫോട്ടോ എൻഹാൻസ്. നിങ്ങളിവിടെ കാണുന്നത് എൻ്റെ മോളുടെ ഒരു പഴയ ഫോട്ടോയാണ്. ഇത് വലിയ ക്വാളിറ്റി ഇല്ല, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ഞാൻ. ഇതിനെ AI ഫോട്ടോ എൻഹാൻസ് ഞാൻ കൊടുക്കുകയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി C9Sലും ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്യാമറയാണ്. എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഇതിൽ പിന്നെ ഓറ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ. സോ നിങ്ങൾക്ക് സ്റ്റുഡിയോ ക്വാളിറ്റി പോർട്രേറ്റ് ഇമേജ് എടുക്കാമെന്ന് മാത്രമല്ല, കോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോഴും ഈ ഓറ ലൈറ്റ് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. സോ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ആയിട്ടും ഉപയോഗിക്കും. പിന്നെ ഈ 2 ഫോണിലും FunTouchOS 14 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് എല്ലാം ഈ 2 മോഡലുകൾക്കും ഒരുപോലെ കിട്ടുന്നുണ്ട്. പിന്നെ മൾട്ടി ടാസ്കിംഗ് ഫീച്ചേഴ്സ് ഫോർ മെഗാ ടാസ്കേഴ്സ്. അവർക്ക് യങ്സ്റ്റേഴ്സിനെയാണ് മെയിൻ ആയിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാ മൾട്ടി ടാസ്കിംഗ് ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് മൾട്ടി വിൻഡോ, നമുക്ക് ഒന്നിലധികം ആപ്പുകൾ ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. മിനി വിൻഡോ, ചെറിയ വിൻഡോ ആയിട്ട് ഒരു ആപ്പിനെ ഷോർട്ട് ആക്കി ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്മാർട്ട് സൈഡ് ബാർ, നമുക്ക് സൈഡ് ബാർ ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് കൊണ്ട് നമുക്ക് അതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒട്ടനവധി ടാസ്കുകൾ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും മെഗാ ടാസ്കേഴ്സിന്. സോ മൊത്തത്തിൽ ഇതിന്റെ ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം ഞാൻ പറഞ്ഞു. മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. പ്രൈസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ TWS ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ കാണുന്ന തരത്തിലാണ്, ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഈ TWS കിട്ടിയിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയ, വളരെ ഫെദർ ലൈറ്റ് ആയ ഒരു TWS ആണ് കേട്ടോ. തുറക്കുമ്പോൾ ഒരു മഞ്ഞ കളറിലാണ് ഇതിന്റെ ഇൻസൈഡ് ഉൾവശം കൊടുത്തിരിക്കുന്നത്. TWS കയ്യിലോട്ട് എടുക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയ രീതിയിലാണ് ഇരിക്കുന്നത്. പെർഫെക്റ്റ് ഫിറ്റ് ആണ്, യാതൊരു ഇഷ്യൂ ഇല്ല. ഫെദർ ലൈറ്റ്, കംഫർട്ട്. ഈ ഒരു TWS 42 അവറിന്റെ പ്ലേ ബാക്ക് തരുമെന്നാണ് പറയുന്നത്. സോ നല്ല ബാറ്ററി ലൈഫ് ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ 30 dB നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോ ലേറ്റൻസിയിൽ ഗെയിം കളിക്കാൻ പറ്റും. IQ അല്ലെങ്കിൽ തന്നെ ഗെയിമിംഗിന്റെ ആൾക്കാരാണ് ഇത് വെച്ച് ലോ ലേറ്റൻസിയിൽ ഗെയിം കളിക്കാനും സാധിക്കും. സോ അപ്പോൾ അങ്ങനെയാണ് TWSന്റെ കാര്യം. നമുക്ക് ഇതിന്റെ പ്രൈസ് നോക്കാം. ഇതിന്റെയൊക്കെ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. C9Sന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 17,999 ആണ്. 8 GB RAM 128 GB സ്റ്റോറേജിന്. C9S പ്രോയുടെ പ്രൈസ് 21,999 ആണ്. 8 GB RAM 128 GB സ്റ്റോറേജിന്. C9S പ്രോയുടെയും TWSന്റെയും സെയിൽ 23-ാം തീയതിയാണ്, 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 29-ാം തീയതിയാണ് C9Sന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേറ്റ് മാർക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഒരു ചെറിയ സംഭവം കൂടിയുണ്ട്. ആമസോൺ കൂപ്പൺ കോഡ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ. ഒരു 500 ഓഫ് കിട്ടും. ആ കോഡ് കൂടി ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഉപയോഗിച്ചോളൂ. പിന്നെ എല്ലാത്തിനും പുറമെ വിവോയുടെ സർവീസ് ആണ്. സോ ഇഷ്ടംപോലെ സർവീസ് സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. സോ നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോണുകളെ പരിഗണിക്കുക. സോ ഇന്നത്തെ വീഡിയോ കുറച്ച് വലുതായി പോയെന്ന് എനിക്കറിയാം. ഇത്രയും ഫോണുകളുടെ കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തിരി വീഡിയോയ്ക്ക് നീളം കൂടി പോയത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.